പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങളുടെ സകല ചിന്തകളും ദൈവത്തെ പരമേൽപ്പിക്കുക, അവൻ നിങ്ങളെ താങ്ങിക്കൊള്ളും. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ആവർത്തിച്ച് വരുന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഭയങ്ങളും ആശയങ്ങളും, ഇത് നിങ്ങളെ അലട്ടാറുണ്ടോ? ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഭയങ്ങളും ആശയങ്ങളും മൂലം അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് നിങ്ങൾ ആവർത്തിച്ച് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാറുണ്ടോ? ഉദാഹരണത്തിന്, വാതിൽ അടച്ചിട്ടുണ്ടെങ്കിലും പിന്നെയും പോയി നോക്കുക വാതിൽ അടച്ചോ എന്നുള്ളത്. കൈ വൃത്തിയാക്കിയിട്ടും കൈ വൃത്തിയാക്കിയില്ല എന്നൊരു ചിന്തയാൽ പിന്നെയും അത് പോയി ചെയ്യുക എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങൾക്ക് OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആയിരിക്കാം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒരു മലയാളം വാക്ക് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഒബ്സസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് വരുന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകളായിരിക്കാം, ഭയങ്ങളായിരിക്കാം, ആശയങ്ങളായിരിക്കാം. കമ്പൽസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് ഈ കാര്യങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആവർത്തിച്ചുള്ള പ്രവൃത്തികളായിരിക്കാം. ഇതിനൊരു ചികിത്സാ രീതി നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള CBT ടെക്നിക്കാണ്, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ വൈജ്ഞാനിക ചികിത്സ. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെയും ധാരണകളിലും വ്യത്യാസം വരുത്തുവാനായിട്ട് അബദ്ധധാരണകളും പ്രതികൂല ചിന്തകളെയും ദൂരീകരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ആരൻ ടി ബെക്ക് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത്. നമ്മളിലുള്ള ചിന്തയുടെ വൈകല്യങ്ങളെ മാറ്റുന്നത് വഴി നമ്മൾക്ക് ആവർത്തിച്ച് വരുന്ന ഈ ചിന്തകളോ ആശയങ്ങളോ ഭയങ്ങളോ നമ്മളെ അലട്ടാതിരിക്കുകയും അതുമൂലം ആവർത്തിച്ച് ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാനും സാധിക്കുമെന്നാണ് ഈ മനഃശാസ്ത്രജ്ഞന്റെ അഭിപ്രായം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.